അലിൻ്റെ മുൻപിൽ വെച്ച് അലീനയെ തല്ലി എൽസമ്മ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ നമുക്ക് ഇനി കാണാനായിട്ട് സാധിക്കുന്നത് എൽസമ്മയുടെ പ്രതികാരം തന്നെയാണ്. തന്നെയും തൻ്റെ മക്കളെയും ചതിച്ച, വഞ്ചിച്ച സ്റ്റാലിനെയും സ്റ്റാലിൻ്റെ പഴച്ച് പ്രസവിച്ച മകളെയും ഓട്ടിക്കാനായിട്ട് എൽസമ്മ എത്തുകയാണ് എന്ന് കാണാം. അതിനു പിന്നിൽ ചരട് വലിക്കുന്നത് റീത്തയാണ് എന്നും കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൽസമ്മ ഒരു നേരിൻ്റെ പാതയിലായിരിക്കും. എൽസമ്മയുടെ മനസ്സിൽ ഒരുപാട് വിഷവും വിദ്വേഷവും കുത്തിവെച്ചുകൊണ്ട് തന്നെ റീത്ത എൽസമ്മയെ സ്റ്റാലിനും അലീനയ്ക്കുമെതിരെ തിരിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ അലീനയുടെ മുൻപിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്റ്റാലി പറയുന്നുണ്ട്, മോളെ, നിനക്ക് വേണ്ടി മാറാനായിട്ട് ഈ പപ്പ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും നിൻ്റെ അച്ഛനായ ബാലചന്ദ്രൻ്റെ അത്രയൊന്നും മാറാനായിട്ട് ഈ പപ്പയ്ക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ പപ്പ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പപ്പയ്ക്ക് എല്ലാം കഴിയും, എല്ലാം സാധിക്കുമെന്ന് അലീന പറയുകയാണ്. പപ്പയ്ക്ക് അതിനുള്ള ഗട്ട്സും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് എന്ന് അലീന പറഞ്ഞു വയ്ക്കുന്നു. പപ്പ ആ അച്ഛൻ്റെ മാതിരി ആവാനല്ല ഞാൻ പറയുന്നത്, പപ്പയെ എന്നെ സ്നേഹിക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുന്നു. പപ്പ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ എനിക്ക് അതിൽ പരം വേറെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം, മോളെ, നീ നിരാഹാരം കിടക്കുന്നത് എനിക്ക് വളരെയധികം വേദനയെടുക്കുന്നുണ്ട്. നിനക്ക് ഭക്ഷണം കഴിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ പപ്പ മാറാതെ ഞാൻ ഒരിക്കലും ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കില്ല എന്ന് പറയുകയാണ്. കൂടാതെ തന്നെയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അലീന പറയുന്നത് കേട്ട് സ്റ്റാലിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ മെല്ലെ അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ സ്റ്റാലിൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, ബാലചന്ദ്രനെ പോലെ ആകാൻ സാധിച്ചില്ലെങ്കിലും ഒരു തുള്ളിയെങ്കിലും മകളെ സ്നേഹിക്കുന്നൊരു പപ്പയായി മാറണമെന്നുള്ള ആഗ്രഹമാണ് സ്റ്റാലിൻ്റെ മനസ്സിലെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവളുടെ ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു കൊടുത്തേക്കാമെന്ന് ചിന്തിക്കുന്നത് കാണാൻ കഴിയുന്നു. അങ്ങനെ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ അലീനെ ആവശ്യപ്പെടുന്ന കാര്യം സാധിച്ചു കൊടുക്കാൻ തയ്യാറാവുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോഴാണെങ്കിൽ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ടെന്ന് കാണാം. അലീനയാണെങ്കിൽ അത് മനു വിളിക്കുമ്പോൾ ആ സന്തോഷം പറയുന്നുണ്ട്. പപ്പയെ താൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും പപ്പ ഇന്ന് തനിക്കായിട്ട് ഒരു വിട്ടുവീഴ്ച ചെയ്തെന്നും മനുവിനോട് പറയുകയാണ് എന്ന് കാണാം. ഇതേ സമയം, അല്ല മനുവേട്ട, ഇപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കേണ്ട അവസ്ഥയായോ? എന്നെ ഇങ്ങോട്ട് വിളിക്കുകയൊന്നുമില്ലേ? എന്നോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ കുറഞ്ഞോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. നിന്നോടുള്ള സ്നേഹം കുറയുകയോ? എന്താ അലീനെ നീ പറയുന്നത്? നീ എന്നും എൻ്റെ ഒപ്പം തന്നെയില്ലേ? പിന്നെ എങ്ങനെ സ്നേഹവും കാര്യങ്ങളൊക്കെ കുറയാനാണ് എന്ന് മനു ചോദിക്കുന്നു. നീ എൻ്റെ ഹൃദയത്തിലാണ് വസിക്കുന്നത് എന്ന് മനു പറഞ്ഞു വയ്ക്കുന്നു. അപ്പോഴാണെങ്കിൽ അലീന പറയുന്നുണ്ട്, എന്നിട്ടാണോ എന്നെ വിളിക്കാത്തത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നീ അവിടെ നിൻ്റെ പപ്പയെ നേരെയാക്കുന്നതിൻ്റെ തിരക്കിലും കാര്യങ്ങളിലൊക്കെ അല്ലേ? അപ്പോൾ ഞാൻ നിന്നെ വേദനിപ്പിക്കുന്നത്, ഞാൻ നിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി.
അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് ഇരിക്കാത്തത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം അങ്ങനെയൊന്നും ചിന്തിച്ച് എന്നെ വിളിക്കാതിരിക്കണ്ട കേട്ടോ മനുവേട്ട. എനിക്ക് മനുവേട്ടനോട് സംസാരിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതായത് രണ്ടാളുടെ മനസ്സിലും പ്രണയമുണ്ട് എന്ന് കാണാൻ സാധിക്കും. രണ്ടാളും അതുതന്നെയാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്ന് കാണാനും സാധിക്കുന്നുണ്ട്. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻലി അലീനയെ ഭക്ഷണം കഴിപ്പിക്കുകയാണ് എന്ന് കാണാം. അപ്പോൾ അലീനയും കൂടാതെ നിൽക്കുന്ന നമ്മുടെ പൗലോസും എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പൗലോസിനെ വിളിച്ചു വരുത്തിയിട്ട് പൗലോസിനോട് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ മതിയെന്നും ഇനി തൻ്റെ മകളാണ് ഇവിടെ ഭരിക്കാനായിട്ട് പോകുന്നതെന്നും പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. നിൻ്റെ ഇഷ്ടത്തിനല്ല, ഇനി എൻ്റെ മകളുടെ ഇഷ്ടത്തിനാണ് ഇവിടെ പ്രാധാന്യമെന്നും പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ പൗലോസ് നെറ്റിച്ചുളിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതിനെല്ലാം പുറമെ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ റീത്ത വരികയാണ്, കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. എൽസമ്മ വരുന്നുണ്ട്. എൽസമ്മയെ കൊണ്ടുവരാനായിട്ട് റീത്ത ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് കാണാം. കാരണം ഒരുപാട് നുണയും കള്ളവും ചതിയുമൊക്കെ നമ്മുടെ എൽസമ്മയുടെ മനസ്സിൽ റീത്ത കുത്തിവെക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ ആ കുത്തിവെക്കുന്നതെല്ലാം ഫലം കാണുകയാണ്. എൽസമ്മയും സ്റ്റാലിനും തമ്മിൽ പൊട്ടിത്തെറിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ എൽസമ്മയാണെങ്കിൽ അലീനയെ പുറത്താക്കണമെന്ന് പറയുകയും സ്റ്റാലിൻ സാധ്യമല്ലെന്ന് പറയുകയും ചെയ്യുമ്പോൾ വലിയൊരു സംഘർഷമാണ് അവർക്കിടയിൽ സംഭവിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയം നമ്മുടെ അലീനയെ ഇറക്കി വിടാനായിട്ട് ശ്രമിക്കുകയാണെന്ന് കാണാം നമ്മുടെ എൽസമ്മ. അങ്ങനെയിരിക്കെ നമ്മുടെ സ്റ്റാലിൻ തടയുകയാണ്. നിനക്കെന്താടി പ്രാന്തായോ? എൻ്റെ വീട്ടിൽ വന്ന് ഈ വക തോന്നിവാസം കാണിച്ചാലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുമാകാമല്ലേ, എനിക്ക് ചെയ്യാനാണ് കുഴപ്പമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ എൽസമ്മയാണെങ്കിൽ അലീനയോട് ഇറങ്ങിപ്പോവാനായിട്ട് പറയുന്നു. സ്റ്റാൻലി കയ്യിൽ കയറി പിടിച്ചിരിക്കുകയാണ് അലീനയുടെ. ഇതേ സമയം നീ ഇറങ്ങിപ്പോവില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സ്റ്റാലിൻ്റെ മുൻപിൽ വെച്ചുകൊണ്ട് തന്നെ അലീനയെ തല്ലുന്ന ഒരു എൽസമ്മയെ നമുക്ക് കാണാൻ കഴിയും. സബ്സ്ക്രൈബ്.